കബീർദാസൻ ദോഹയാണ്. ദോഹ എഴുതിയേക്കുന്നത് കബീർദാസാണ്. കബീർദാസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സാഹിത്യ ശാഖയിലാണ് ഭക്തി സാഹിത്യം. അപ്പോൾ ഈശ്വരഭക്തിയെ വിഷയമാക്കിയിട്ടാണ് ഈ കബീർദാസ്, സൂർദാസ്, തുളസിദാസ് തുടങ്ങിയ കവികളൊക്കെ രചിച്ച കാവ്യങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദി ഭക്തി സാഹിത്യത്തിലെ ഏറ്റവും പ്രാധാന്യമേറത് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ, പൂന്താനം, സിസ്റ്റർ മേരി ബെൻ എന്ന മലയാള ഭക്തി സാഹിത്യത്തിലെ പ്രമുഖരാണ്. അപ്പോൾ അതിൽ ശ്രീകൃഷ്ണ ഭക്തി ശാഖയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൂർദാസാണ്. പിന്നെ തുളസിദാസ് ഉണ്ട്. പിന്നെ കബീർദാസ് എന്ന് പറഞ്ഞാൽ ഭക്തി സാഹിത്യമാണ്, നിർഗുണ ഭക്തി സാഹിത്യത്തിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കബീർദാസിനെ നിർഗുണ ഭക്തകവി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം രചിച്ച കുറേ ദോഹകളുണ്ട്, അതായത് ശ്ലോകങ്ങളാണ് ഉദ്ദേശിക്കണം. പാഠപുസ്തകത്തിലെ കബീർ ശ്ലോകങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തർജ്ജമയാണ് താഴെ തന്നിരിക്കുന്നത്. അതിന് ഹിന്ദിയിൽ അത് ശ്ലോകങ്ങളെയാണ് ദോഹ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം രചിച്ച 5 ദോഹയുടെ എക്സ്പ്ലനേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാമത്തത് ബുരാ ജോ ദേഖൻ മേ ചല ബുരാ ന മിലിയ കോയി ജോ ദിൽ ഖോജോ അപ്പന മുജ്സ ബുരാ ന കോയി. ഒന്നാമത്തെ ശ്ലോകം അതാണ്. അതായത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത് എന്താണ്? ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടന്നു, എനിക്ക് കുറ്റങ്ങളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ എന്നേക്കാൾ കുറ്റക്കാരനായി മറ്റാരും ഇല്ലെന്ന് കണ്ടു. അപ്പോൾ ഇതാണ് ആ ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഒന്നും കൂടി അത് കവി ഭാവാർത്ഥ രൂപത്തിൽ എഴുതിയേക്കണത് എന്താണെന്ന് നോക്കാം. കവി കഹത്തെ ഹേ കി ബുരേ ലോഗോं को ढूंढते ढूंढते वे चले. അതായത് മോശം ആളുകളെ അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു. ലേക്കിൻ കൊയ് ബുരാ ആദ്മി നഹി മില. എന്നാൽ മോശം ആളുകൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. അന്തമേ ഉന്നോനെ അപ്പനെ ദിൽ മേ ഖോജ. അവസാനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ അന്വേഷിച്ചപ്പോൾ എന്താണ്? അപ്പനെ ബാരമേ സോച്ച. അതായത് സ്വന്തമായിട്ട് ഞാൻ ആലോചിച്ചു. തബ് സമജ് ലിയാക്കി അപ്പനെ സമാൻ ബുരാ ദൂസര കൊയ് നഹി ഹെ. അപ്പം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ മോശമായ ആരും തന്നെ വേറെയൊന്നും ഇല്ല. कवि का मतलब यह है कि दूसरों की बुराइयों पर ध्यान देने के पहले अपने आप को सुधारना जरूरी है. അപ്പോൾ കവി എന്താ പറയുന്നത്? മറ്റുള്ളവരുടെ മോശം അന്വേഷിക്കുന്നതിനേക്കാൾ മുൻപേ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞ് നമ്മുടെ തെറ്റുകൾ നമ്മൾ നോക്കിയാൽ നമ്മളെക്കാൾ മോശമായി ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാകില്ല എന്നാണ് കവി വ്യക്തമാക്കിയിരിക്കുന്നത്. ദോഹയിൽ ലഘുദാസേ പ്രഭുദാ മിലേ പ്രഭുദാസേ പ്രഭുദൂരി ചീണ്ടീനെ ശക്കർ ചലി ഹാത്തിക്ക് സിർ ധൂരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കബീർദാസ് വന്നിരിക്കുന്ന വിനയത്തിലാണ് ദൈവികത ഉള്ളത്. വിനയമാണ് ഉദ്ദേശിക്കുന്നത്. അഹങ്കാരത്തിൽ നിന്ന് ദൈവം ദൂരെ നിൽക്കുന്നു. ഉറുമ്പുകൾ മധുരം കണ്ടാൽ അത് കൊണ്ടുപോകും, ആനയോ തലയിൽ പൊടിയാണ് വഹിക്കുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് കവി കഹത്തെ, അതിൻ്റെ ഭാവാർത്ഥം എന്താണ്? കവി കഹത്തെ ഹേ കി ഹം വിനമ്രത ദിഖായത്തോ ഹമേം ഈശ്വര്യത്ത് മിലേക. അപ്പം നമ്മൾക്ക് എന്താ എളിമയുണ്ടെങ്കിൽ അവിടെ ഈശ്വരൻ അവിടെ നമ്മളെ അനുഗ്രഹിക്കും. ലേക്കിൻ ഹം അഹങ്കാർ ദിഖായത്തോ ഈശ്വർ ഹംസെ ദൂർ ഹുവ. അപ്പം നമ്മൾ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ ഈശ്വരൻ നമ്മളിൽ നിന്ന് ദൂരെ ആയിരിക്കും. അപ്പോൾ ഉദാഹരണ രൂപത്തിൽ കവി എന്താ പറയുന്നത്? ചോട്ടി ചീണ്ടി ഉസ്സെ ബെഡാ ശക്കർ ലേക്കർ ചലത്തിയെ. ഒരു ചെറിയൊരു ഉറുമ്പിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വലിയൊരു ശർക്കര ഇതുമായിട്ട് അത് പോണത് കാണാം. അതിനേക്കാളും വലിയൊരു ശർക്കരയുടെ കട്ടയുമായിട്ടായിരിക്കും അത് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത്. ലേക്കിൻ ബെഡി ശരീർ വാലെ ഹാത്തിക്ക് സിർപ്പം. എന്നാൽ വലിയ ശരീരമുള്ള ഒരു ആനയുടെ തലയിൽ മലിൻ ദൂൽഹെ, അഴുക്കും മലിനമായ, അതായത് അഴുക്ക് നിറഞ്ഞ പൊടിയാണ്. कवि का मतलब ये है कि हम दूसरों से विनय के साथ व्यवहार करें तो ഈശ്വർ സദാ ഹമാരെ സാത്ത് രഹേ. അപ്പോൾ കവി പറയുന്നത് മറ്റുള്ളവർ അതായത് ദൂസരോംസെ വിനയിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വിനയത്തോടെ പെരുമാറുകയാണെങ്കിൽ ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അഹങ്കാർ സെ ജിയത്തോ, അഹങ്കാരത്തോടെ ജീവിക്കുകയാണെങ്കിൽ എന്താണ്? ഈശ്വർ ഹമേ ചോർത്തെ, ഈശ്വരൻ നമ്മളെ ഉപേക്ഷിക്കും. मूल्यहीन आध्यात्मिकता पर आलोचना करके यहाँ कवि विनम्रता के महत्व के बारे में हमें ज्ञान देते हैं. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? വിനയത്തിനെ കുറിച്ചിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവി ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് ഉറുമ്പിൻ്റെ വിനയവും ആനയുടെ അഹങ്കാരവുമാണ് ഇതിൻ്റെ അകത്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞ അടുത്തത് ദുഃഖമേ സുമരിൻ സബ് കരേ സുഖമേ കരേ ന കോയി ജോ സുഖമേ സുമരിൻ കരേ തോ ദുഃഖ് കാഹേ ഹോയി. അതായത് ദുഃഖം വരുമ്പോൾ ദൈവത്തെ നാം എല്ലാവരും ഓർക്കുന്നുണ്ട്, സുഖത്തിൽ ആരും ഈശ്വരനെ ഓർക്കുന്നില്ല. അപ്പോൾ സുഖത്തിൽ ദൈവത്തെ ഓർക്കുന്നവന് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഭാവാർത്ഥ്
കബീർദാസ് कहते हैं कि दुख में हम सब ईश्वर का स्मरण करते हैं. നമ്മൾ ദുഃഖം വരുമ്പോഴാണ് എല്ലാവരും ഈശ്വരനെ വിളിക്കുന്നത്, ഓർക്കുന്നത്. ലേക്കിൻ സുഖ के अवसर पर कोई भी ईश्वर का स्मरण नहीं कर. അപ്പോൾ നമ്മൾ സുഖത്തിൻ്റെ നല്ല സുഖവും സൗഭാഗ്യമുള്ള സമയത്ത് നമ്മൾ ഈശ്വരനെ നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല. कवि पूछते हैं कि जो लोग सुख में ईश्वर का स्मरण करते हैं तो उनको दुख कैसे होगा. അത് കവി എന്താ പറയുന്നത്, സുഖത്തിൽ ഈശ്വരനെ ഓർക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ദുഃഖം വരികയില്ല. അർത്ഥാത് ഹമേശ ഈശ്വർ സ്മരൺ മേ രഹനെ വാല്യോക്കോ ദുഃഖ് കവി നെഹി ഹോത്ത. അപ്പോൾ എപ്പോഴും കവി പറയുന്നത് എന്താണ്, എപ്പോഴും നമ്മൾ ഈശ്വരനെ ഓർക്കുകയാണ്, അല്ലെ ഈശ്വരനെ സ്മരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം ഉണ്ടാകാറില്ല. യഹാം ഈശ്വർ മേ यहाँ जीवन में ഈശ്വർ സ്മരൺ ഹി ജരൂർ കവി ഹമേ. അതായത് ഇപ്പോൾ ജീവിതത്തിൽ ഈശ്വരനെ എപ്പോഴും വിളിക്കാനുള്ള ആവശ്യകതയാണ് കവി ഇവിടെ പറയുന്നത്. സച്ചി ആധ്യാത്മികതാക്കിയ മൂല്യം पर കവി യഹാം पर बल देते. അപ്പോൾ സത്യമായ ഒരു ആധ്യാത്മികതയുടെ മൂല്യത്തിലോട്ടാണ് കവി ഇവിടെ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ സുഖത്തിൽ ഈശ്വരനെ വിളിക്കുകയാണെങ്കിൽ ദുഃഖം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാമി ക്രോധി ലാലച്ചി ഇൻത്തെ ഭക്തി നാ ഹോയ്. ഭക്തി കരെ കോയ് സുർമ ജാതി ഭരൻ കുൽ ഖോയ്. അതായത് ദുസ്വഭാവക്കാരനും കോപിഷ്ഠനും കൊതിയനും ഒരിക്കലും ഭക്തനാവാൻ പറ്റുകയില്ല. ജാതി നിറം കുലം ശ്രദ്ധിക്കാത്തവനാണ് ധീരൻ, അവൻ്റെ മനസ്സിലാണ് യഥാർത്ഥ ഭക്തി വളരുക. അപ്പോൾ ദുസ്വഭാവക്കാരനായാലും കോപിഷ്ഠനായാലും കൊതിയനായാലും ഒരിക്കലും അവൻ ഭക്തനാവുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭാവാർത്ഥം കാമി ക്രോധി ലാലച്ചി ലോകോമേ ഭക്തി കനഹി ഹോത്തി. അതായത് പറഞ്ഞവർ തന്നെ, അതായത് ദുസ്വഭാവക്കാരനും കോപിഷ്ഠനും അത്യാഗ്രഹിയും ആളുകൾക്ക് ഒരിക്കലും ഭക്തി ഉണ്ടാവുകയില്ല. ലേക്കിൻ ജാതി വർണ്ണ और कुल के परे सभी लोगों से समभाव से व्यवहार करने वाले शूर के मन में सच्ची भक्തി. അതായത് ജാതി നിറം കുലം അതൊന്നും നോക്കാതെ ധീരനായി പൊരുതുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, സത്യമായൊരു ഭക്തി ഉണ്ടാവും. भक्ति में हृदय की पवित्रता और समभावना जगाने वाली ये पंक्तियाँ द्वारा कवि मूल्यहीन और कपट धार्मिकता पर यहाँ पर ആലോചന करते हैं. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഭക്തിയുള്ള ഹൃദയത്തിൽ എപ്പോഴും പവിത്രതയും സമഭാവനയും ഉണ്ടാവും. അല്ലാതെയുള്ള ഹൃദയങ്ങൾ കപട ഭക്തിയും കപട ധാർമ്മികതയുമായിരിക്കുമാണ് കവി പറയുന്നത്. അപ്പം എന്താണ്, ദുസ്വഭാവക്കാരനായ ഒരു വ്യക്തിയിലും അല്ലെങ്കിൽ കോപിഷ്ഠന് അത്യാഗ്രഹിയും ആയ ഒരു വ്യക്തിയിൽ ഒരിക്കലും നല്ലൊരു ഭക്തി, ഈശ്വരനൊരു ഭക്തി ഉണ്ടാവുകയില്ല. പക്ഷെ അതായത് ഒരിക്കലും ജാതി നിറം കുലം അതൊന്നും നോക്കാത്തൊരു വ്യക്തികളിലാണ് എപ്പോഴും ഈശ്വരനോട് ഭക്തി ഉണ്ടാകുന്നത്. ലാസ്റ്റ് വൺ കേട്ടോ. സായ് ഇത്തന ദീജിയെ ജാമേ കുടുംബ സമായി മേ ബി ഭൂക്കാ ന രഹും സാധു ന ഭൂക്കാ ചായ്. അപ്പം ഇതിനകത്ത് കവി പറഞ്ഞ, ദൈവമേ എൻ്റെ കുടുംബത്തെ പോറ്റാനുള്ള മാത്രം നീ എനിക്ക് നൽകിയാൽ മതി, എനിക്കും സൽസ്വഭാവിക്കും വിശക്കാതിരിക്കാൻ മാത്രമുള്ളത് നീ എനിക്ക് നൽകിയാൽ മതി. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഭാവാർത്ഥം कबीरदास ईश्वर से प्रार्थना करते हैं कि ये ईश्वर आप हमें इतना धन दीजिए कि जिससे अपने कुटुंब को हम സംരക്ഷണം कर सकें. അപ്പോൾ കബീർദാസ് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഈശ്വര, താങ്കൾ എനിക്ക് ഇത്രയും ധനം തന്നാൽ മതി, അതായത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ധനം മാത്രം നീ എനിക്ക് തന്നാൽ മതി. कबीरदास से प्रार्थना भी करते हैं, हे भगवान आपका आशीर्वाद हो कि साधु लोग भी भूखा न रहे जाए और मैं भी भूखा न रहूं. അതായത് കബീർദാസ് അല്ലയോ ഭഗവാനെ, താങ്കളുടെ ആശീർവാദം കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ ഒരിക്കലും വിശന്നിരിക്കരുത്, ഞാനും വിശന്നിരിക്കരുത്. ദൂസരോं की കഷ്ടതാओं पर ध्यान रखने वाले के बारे में कवि അഹമ്മദ് മറ്റുള്ളവരുടെ കഷ്ടതകളെ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കവി ഇവിടെ പറയുന്നത്. ധനാർജൻ കെ പീച്ചെ ദൗഡനെ വാലിക്ക് ആലോചന കവി അഹം കറുക. അതായത് പണത്തിൻ്റെ പുറകെ ഓടുന്ന വ്യക്തികളെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. അതായത് എനിക്ക് ജീവിക്കാനുള്ളതും പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന് കൊടുക്കാനുള്ള പൈസ മാത്രം എനിക്ക് തന്നാൽ മതി, അതിൽ കൂടുതൽ എനിക്ക് കവി ഉദ്ദേശിച്ചത്, അതിൽ കൂടുതൽ പൈസ എനിക്ക് തരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ദൈവത്തിനെ മറന്നു പോകും. അപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള പൈസ മാത്രം തന്നാൽ മതി, കൂടുതൽ പൈസ തരരുത് എന്നാണ് കവി ഈശ്വരനോട് പറയുന്നത്. അപ്പോൾ ഇതോടെ ഈ ലെസൺ കഴിഞ്ഞു. 5 എണ്ണം ഉള്ളത് കബീർദാസിൻ്റെ ശ്ലോകം. അത് മുഴുവനും നിങ്ങളൊന്ന് റെഫർ ചെയ്യാം കേട്ടോ, വായിച്ച്.